നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപാര ഐറ്റം തന്നെയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. കൂണ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ 600 ഗ്രാം കൂണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിനി ഒന്ന് കഴുകി വൃത്തിയായിട്ട് എടുക്കുകയാണ്. നല്ലതുപോലെ വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുക. അതിനുശേഷം ഈ കഴുകുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ഉരിഞ്ഞ് കളഞ്ഞിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ കഴുകാൻ പോവുകയാണ്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതെല്ലാം കഴുകി വാരി പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. ഒട്ടും വെള്ളമില്ലാതെ തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. നമ്മൾ ഇറച്ചിയൊക്കെ പിഴിഞ്ഞെടുക്കുന്ന മാതിരി തന്നെ. അതിനുശേഷം അടപ്പേ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഒരു 10-12 മിനിറ്റ് വേവും. അപ്പോഴത്തേന് കണ്ടോ വെന്ത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. തിള വരുമ്പോഴത്തേന് ഈ വെള്ളമെല്ലാം നമുക്ക് പറ്റിച്ചെടുക്കണം. ആദ്യം വെള്ളം ഇനി തുറന്ന് വെച്ചിട്ട് പറ്റിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ കോരി മാറ്റണം. കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് ഒരു 3 പച്ചമുളക് കീറിയത് ഇട്ടിട്ടുണ്ട്. 6 കഷ്ണങ്ങളായിട്ടാക്കിയിട്ട് അതിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മുടെ ഈ കൂണെല്ലാം മഷ്റൂമെല്ലാം വെന്തിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഞാൻ കൂണൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് സെൻറ്ററിൽ എണ്ണ നല്ലപോലെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അതിലേക്ക് നമ്മൾ ഗരം മസാല പാകത്തിന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണ്. ഇനി 1/2 ടീസ്പൂണ് ഇടുക്കി ഗോൾഡ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ കുരുമുളക് പൊടി അതും ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂണ്. പിന്നെ കായപ്പൊടി ഒരു ശകലം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 പിഞ്ച് കായപ്പൊടി. എരിവൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കണം. കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ്. കുഴലപ്പമല്ല, അതിൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതോടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എരിവുള്ള മുളക് പൊടി സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ പാകത്തിന് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ വീതം 2 ഇട്ട് കൊടുത്താൽ മതിയാവും 600 ഗ്രാമിന്. മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുത്തേക്കോ. അടിയിൽ തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി ശകലം മല്ലിപ്പൊടി ചേർക്കാനുണ്ട്. ഇളക്കി കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂണിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഗാർലിക് പേസ്റ്റ് ശകലം ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 ടീസ്പൂണിനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇഞ്ചി അരച്ചതും നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കാം. കൂട്ടി യോജിപ്പിച്ച് വെക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മളൊരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കുകയാണ്. ഇനി അതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു ശകലം ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുമ്പേ നമ്മൾ മഷ്റൂമിനുള്ള ഉപ്പേ ചേർത്തുള്ളൂ. ഇപ്പോൾ ഈ സവാള ഇട്ടതുകൊണ്ട് അതിന് പാകമായിട്ടുള്ള ഉപ്പൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചിട്ട് എടുത്തതാണ്. അതിന് ശേഷം ഒരു പിടി മല്ലിയിലയോടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഒരു ഐറ്റം തന്നെയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കോ, ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.